ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗവേഷമാ, തരുമോ രക്ഷതൻ സൗഭാഗ്യം. ഹൃദയം ഒരു ബലിവേദിയാക്കി തിരുമുൻപിലണയുന്നു ഞങ്ങൾ. വരുമോ യാഗവേഷമാ, തരുമോ രക്ഷതൻ സൗഭാഗ്യം. അർപ്പകരായി തീരാം, അർച്ചനയായി തീരാം, സദയം വരുമോ നാഥാ. അർപ്പകരായി തീരാം, അർച്ചനയായി തീരാം, സദയം വരുമോ നാഥാ. കാൽവരിയിൽ നീ അണച്ചു നിത്യമാമൊരു യാഗം. ഈ ബലിയിൽ നീ തരുന്നു രക്ഷതൻ സൗഭാഗ്യം. കാൽവരിയിൽ നീ അണച്ചു നിത്യമാമൊരു യാഗം. ഈ ബലിയിൽ നീ തരുന്നു രക്ഷതൻ സൗഭാഗ്യം. എന്നീശുവേ നീ നൽകിയിടും സ്നേഹം എത്ര മഹനീയം. എന്നീശുവേ നീ നൽകിയിടും സ്നേഹം എത്ര മഹനീയം. അർപ്പകരായി തീരാം, അർച്ചനയായി തീരാം, സദയം വരുമോ നാഥാ. അർപ്പകരായി തീരാം, അർച്ചനയായി തീരാം, സദയം വരുമോ നാഥാ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോ തിരുനാമത്തിൽ ചേർന്നീട ഒരുമയോടി ബലിയർപ്പിക്കാം. അനുരഞ്ജിതരായി തീർന്നീട നവമൊരു പീഠമൊരുക്കീട. ഗുരുവിൻ സ്നേഹമോടിയാകും തിരുമുൻപാകെയടച്ചീട. പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ തിരുനാമത്തിൽ ചേർന്നീട ഒരുമയോടി ബലി അർപ്പിക്കാം.
അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശ്വരന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാ സ്വലോകത്തിൽ സർവേശ്വരന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. അത്യുന്നതമാം സ്വലോകത്തിൽ സർവേശ്വരന് സ്തുതിഗീതം. ഭൂമിയിലെങ്ങും മർത്യനു ശാന്തി പ്രത്യാശയുമെന്നേക്കും. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതിതൻ നിസ്തുല മഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. വാനവമാനവ വൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പു സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. നിൻ ഹിതമിവിടെ ഭവിക്കണമേ. സ്വർഗത്തിന്നതുപോലുലകിൽ നിൻ ചിത്തം നിറവേറണമേ. ആവശ്യകമാം ആഹാരം ഞങ്ങൾക്കിന്നരുളിയിടണമേ. ഞങ്ങൾ കടങ്ങൾ പുറത്തതുപോൽ ഞങ്ങൾക്കുള്ള കടം സകലം പാപത്തിൻ കടബാധ്യതയും അങ്ങു കനിഞ്ഞു പൊറുക്കണമേ. ഞങ്ങൾ പരീക്ഷയിലൊരു നാളും ഉൾപ്പെടുവാനിടയാകരുതേ. ദുഷ്ടാരൂപിയിൽ നിന്നെന്നും ഞങ്ങളെ രക്ഷിച്ചരുളണമേ. നാളെന്നാളേക്കും രാജ്യം ശക്തി മഹത്വങ്ങൾ താവകമല്ലോ കർത്താവേ. ആമേൻ ആമേൻ എന്നേക്കും. താതനുമതുപോലാത്മജനും റൂഹായ്ക്കും സ്തുതിയെന്നേക്കും. ആദിമുതൽക്കെന്നതുപോലെ ആമേൻ ആമേൻ അനവരതം. സ്വർഗസ്ഥിതനാം താതാവിൻ നാമം പൂജിതമാകണമേ. നിൻ രാജ്യം വന്നിടണമേ. പരിശുദ്ധൻ നീ പരിശുദ്ധൻ. സ്വർഗസ്ഥിതനാം താതാവിൻ സ്തുതി തന്നിസ്തുല മഹിമാവാൻ ഭൂസ്വർഗങ്ങൾ നിറഞ്ഞു സദാ പാവനമായി വിളങ്ങുന്നു. മാനവവൃന്ദങ്ങൾ ഉദ്ഘോഷിപ്പൂ സാമോദം. പരിശുദ്ധൻ നീ എന്നെന്നും പരിശുദ്ധൻ നീ പരിശുദ്ധൻ. നമുക്ക് പ്രാർത്ഥിക്കാം.
പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ മഹനീയ തൃത്വത്തിന്റെ സമ്പൂജ്യമായ നാമത്തിന് സ്വർഗത്തിലും ഭൂമിയിലും എപ്പോഴും സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും ഉണ്ടായിരിക്കട്ടെ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നീക്കും. ആമേൻ. കർത്താവേ മമ രാജാവേ, പാടും നിൻ പുകൾ ഇന്നും ഞാൻ. സകലേശാ നിൻ തിരുനാമം വാഴ്ത്തിയിടും ഞാനവരതം. കർത്താവേ നിൻ സ്തുതി പാടും, അനുദിനമങ്ങയെ വാഴ്ത്തും ഞാൻ. നാഥൻ മഹിമ നിറഞ്ഞവനും പാരം സ്തുത്യനുമെന്നെന്നും. അനവധിൻ മമ നാഥാനിൻ മഹിമയ്ക്കളവിൽ അറിവു ഞാൻ. തലമുറ തലമുറയോടെന്നും തവ കർമ്മങ്ങൾ വിവരിക്കും. സമാധാനം നമ്മോടുകൂടെ. അങ്ങ് ഞങ്ങൾക്ക് നൽകിയതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ കഴിയാത്തതുമായ അങ്ങയുടെ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞ മുടിചൂടി നിൽക്കുന്ന സഭയിൽ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. എന്തുകൊണ്ടെന്നാൽ അങ്ങ് സകലത്തിൻ്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. സർവാധിപനാം കർത്താവേ, നിന്നെ വണങ്ങി നമിക്കുന്നു. ഈശോനാഥാ, വിനയമോടെ നിന്നെ നമിച്ചു പുകഴ്ത്തുന്നു. മർത്യനു നിത്യമഹോന്നതമാം ഉദ്ധാനം നീ അരുളുന്നു. അക്ഷയമവനുടെ ആത്മാവിൻ ഉത്തമരക്ഷയുമേകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. എൻ്റെ കർത്താവേ, അങ്ങ് സത്യമായും ഞങ്ങളുടെ ശരീരങ്ങളെ ഉയിർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞങ്ങളെപ്പോഴും അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിൻ്റെയും നാഥായ നീക്കും. ആമേൻ. ശബ്ദമുയർത്തി പാടിടുവിൻ, സർവരുമൊന്നായി പാടിടുവിൻ. എന്നെന്നും ജീവിക്കും സർവേശ്വരനെ വാഴ്ത്തിടുവിൻ, വാഴ്ത്തിടുവിൻ. പരിപാവനനാം സർവേശ, പരിപാവനനാം ബലവാനേ, പരിപാവനനാം അമർത്യനേ, നിൻ കൃപ ഞങ്ങൾ കേൾക്കണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. വിശുദ്ധരിൽ വസിക്കുകയും അരുളിൽ സമൃദ്ധനാകുകയും ചെയ്യുന്ന പരിശുദ്ധനും സുദർഹനും ബലവാനും അമർത്യനുമായ കർത്താവേ, അങ്ങേക്ക് സഹജമായ വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായി നീക്കും. ആമേൻ. എൻ്റെ സഹോദരി വിശുദ്ധ പൗലോസ്ലീഹ എഫെസോസുകാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 19 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ
ഗുരു ആശീർവദിക്കണമേ. മിശിഹ നിന്നെ അനുഗ്രഹിക്കട്ടെ. ഇനിമേൽ നിങ്ങൾ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. അപ്പസ്തോലന്മാരും പ്രവാചകന്മാരുമാകുന്ന അടിത്തറമേൽ പണിതുയർത്തപ്പെട്ടിരിക്കുന്നവരാണ് നിങ്ങൾ. ഈ അടിത്തറയുടെ മൂലക്കല്ല് ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ ഭവനമൊന്നാകെ സമന്വയിക്കപ്പെട്ടിരിക്കുന്നു. കർത്താവിൽ പരിശുദ്ധമായ ആലയമായി അത് വളർന്നുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവിൽ ദൈവത്തിൻ്റെ വാസസ്ഥലമായി നിങ്ങളും അവനിൽ പണിതുയർത്തപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ പാടാമൊന്നായി, ഹല്ലേലൂയ 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 പാടാമൊന്നായി, ഹല്ലേലൂയ ഹല്ലേലൂയ. എൻ കർത്താവിൻ ദൈവവുമങ്ങിൽ ഉദ്ഘോഷിച്ചു തോമാശ്ലീഹ. പ്രത്യാശിപ്പു ഞാനെന്നാളും കർത്താവിൻ തിരുവചനം തന്നിൽ. ഞാനെന്നാഥനിലഭയം തേടും, അവിടുന്നാണ് ശരണവുമോർത്താതനും അതുപോൽ സുതനും പരിശുദ്ധാത്മാവിനും സ്തുതി ഉയരട്ടെ. ആദി മുതൽക്കേ ഇന്നും നിത്യവുമായി ഭവിച്ചിടട്ടെ. ഹല്ലേലൂയ പാടാമൊന്നായി, ഹല്ലേലൂയ 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 പാടാമൊന്നായി, ഹല്ലേലൂയ ഹല്ലേലൂയ. നമുക്ക് ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. 12 പേരിൽ ഒരുവനും ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്നവനുമായ തോമസ് ഈശോ വന്നപ്പോൾ അവരോടുകൂടെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് മറ്റ് ശിഷ്യന്മാർ അവനോട് പറഞ്ഞു, ഞങ്ങൾ കർത്താവിനെ കണ്ടു. എന്നാൽ അവൻ പറഞ്ഞു, അവൻ്റെ കൈകളിൽ ആണികളുടെ പഴുതുകൾ ഞാൻ കാണുകയും അവയിൽ എൻ്റെ വിരലിടുകയും അവൻ്റെ പാർശ്വത്തിൽ എൻ്റെ കൈ വയ്ക്കുകയും ചെയ്തല്ലാതെ ഞാൻ വിശ്വസിക്കുകയില്ല. 8 ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും അവൻ്റെ ശിഷ്യന്മാർ വീട്ടിലായിരുന്നപ്പോൾ തോമസും അവരോടുകൂടെ ഉണ്ടായിരുന്നു. വാതിലുകൾ അടച്ചിരുന്നു. ഈശോ വന്ന് അവരുടെ മധ്യേ നിന്നുകൊണ്ട് പറഞ്ഞു, നിങ്ങൾക്ക് സമാധാനം. അവൻ തോമസിനോട് പറഞ്ഞു, നിന്റെ വിരൽ ഇവിടെ കൊണ്ടുവരിക, എൻ്റെ കൈകൾ കാണുക, നിന്റെ കൈനീട്ടി എൻ്റെ പാർശ്വത്തിൽ വയ്ക്കുക. അവിശ്വാസിയാകാതെ വിശ്വാസിയായിരിക്കുക. തോമസ് പറഞ്ഞു, എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ. ഈശോ അവനോട് പറഞ്ഞു, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. നമ്മുടെ കർത്താവായ മിശിഹായ്ക്ക് സ്തുതി. ഹല്ലേലൂയ. ഹല്ലേലൂയ. ഇന്ന് ദുഃഖ്രാന തിരുനാളാണ്. ദുഃഖ്രാന എന്നാൽ ഓർമ്മ എന്നാണ് അർത്ഥം. നമ്മുടെ പിതാക്കന്മാരുടെ
പൂർവികരുടെ എല്ലാം ഓർമ്മ നമ്മൾ ആചരിക്കുന്നു. ഓർമ്മ കൊണ്ടാടുക, ഓർമ്മ ആഘോഷിക്കുക എന്നൊക്കെ പരിശുദ്ധ ബലിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കുകളാണ്. ഈശോ പറയുന്നു, നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി നിങ്ങളിത് ചെയ്യണം. നമ്മുടെ ഓരോ കൂടിവരവും ഇതുപോലൊരു ഓർമ്മ അനുഷ്ഠാനമാണ്. ഓർമ്മയെ ആചരിക്കുകയാണ്, ഓർമ്മയെ ആഘോഷിക്കുകയാണ്. ഓരോ തവണയും കൂടി വരുമ്പോൾ നമ്മൾ ആഘോഷിക്കുന്ന ഒരു ഓർമ്മയാണ് തോമാ ശ്ലീഹായുടെ ഓർമ്മ. നമ്മുടെ പിതാവായ മാർ തോമാ ശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകണം എന്ന് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്ന് വളരെ പ്രത്യേകമായി നമ്മുടെ വിശ്വാസ പിതാവിൻ്റെ ഓർമ്മ നമ്മൾ ആഘോഷിക്കുന്ന ദിവസമാണ്. കാരണം തോമാ ശ്ലീഹായുടെ രക്തസാക്ഷിത്വത്തെ ഓർക്കുന്ന ദിവസമാണ് ജൂലൈ മാസം 3-ാം തീയതി. സഭയിൽ ഓർമ്മ തിരുനാൾ എന്ന് പറയുന്ന ഒരു പേരിൽ തന്നെ അതറിയപ്പെടുകയാണ്, ദുഃഖറാന. ഈ ഓർമ്മ തിരുനാളിൽ നമ്മൾ പലപ്പോഴും തോമാ ശ്ലീഹായെ വിളിക്കുന്ന ഒരു പേരാണ് സംശയിക്കുന്ന തോമ. മലയാളം ബൈബിളിൽ അതിൻ്റെ ഹെഡിങ് തന്നെ കൊടുത്തേക്കുന്നത് തോമസിൻ്റെ സംശയം എന്നാണ്. പക്ഷേ തോമസിൻ്റെ സംശയത്തെക്കുറിച്ചൊരു വാക്ക് പോലും സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നില്ല. സംശയം എന്ന പദം ഒരിടത്തുമില്ല. പിന്നെ എന്തുകൊണ്ടാണാവോ ഇങ്ങനെ ഒരു പേര് വന്നത് എന്ന് നമുക്കറിഞ്ഞുകൂടാ. നമ്മുടെ ചില താല്പര്യങ്ങൾ നമ്മൾ ബൈബിളിലേക്ക് ആരോപിക്കുന്നുണ്ട്. തോമാ ശ്ലീഹ സംശയിച്ചു എന്നൊക്കെ നമ്മൾ പറയുകയാണ്. ഈശോ ആണെങ്കിലും നീ സംശയിക്കുന്നതെന്ത് എന്ന് ചോദിക്കുന്നില്ല. പിന്നെ എന്താണ് ഇതിൻ്റെ കേന്ദ്രമായ ഭാഗം? നമ്മൾ ഈ വായിച്ചു കേട്ട വചനഭാഗത്തിൻ്റെ കേന്ദ്രബിന്ദു തോമാ ശ്ലീഹ അല്ല. അതിൻ്റെ കേന്ദ്ര കഥാപാത്രം ഈശോ മിശിഹായാണ്. ഈശോയെ കാണാൻ പറ്റാത്തതുകൊണ്ട് തോമസ് അല്പം ഒന്ന് ശാഠ്യം പിടിക്കുന്നു. തോമസ് ശിഷ്യന്മാരുടെ കൂടെ ഉണ്ടായിരുന്നില്ല. എന്ത് കാരണത്താൽ നമുക്കറിഞ്ഞുകൂടാ. ചിലർ പറയുന്നു ധൈര്യം കൂടുതലായതുകൊണ്ട് പുറത്തോടെ ഇറങ്ങി നടന്നതാണ്. ഞാൻ മനസ്സിലാക്കുന്നത് പേടി കൂടുതലായതുകൊണ്ട് ഒളിച്ചിരുന്നതാണെന്നാണ്. അല്ലല്ലേ? അങ്ങനെയാണ് എൻ്റെ വായനകൾ എന്നെ കൊണ്ടെത്തിച്ചിട്ടുള്ളത്. കൊല്ലപ്പെടുമോ എന്ന ഭയം ഉള്ളതുകൊണ്ട് തോമാ ശ്ലീഹ ഒളിച്ചിരുന്നു. എന്നാൽ തോമാ ശ്ലീഹായെ പിന്നീട് ശിഷ്യഗണത്തിൽ നമ്മൾ കണ്ടെത്തുമ്പോൾ കൂടെയുള്ള ശിഷ്യന്മാർ പറയുകയാണ്, ഇതാ ഞങ്ങൾ ഈശോയെ കണ്ടു. അപ്പോൾ തോമാ ശ്ലീഹായ്ക്ക് അതൊരു കുറവായി മനസ്സിലാകുകയാണ്. ഈശോയെ കാണാൻ പറ്റിയില്ല. അല്ലെങ്കിൽ ഈശോ ഓരോരുത്തർക്കും ഓരോ ഇടങ്ങളിൽ വെച്ച് കാണപ്പെട്ടുവെന്ന് കൊരിന്ത്യ ലേഖനത്തിൽ, നടപടി പുസ്തകത്തിലൊക്കെ വെച്ച് നമ്മൾ കാണുന്നുണ്ട്. ഓരോരുത്തർക്കും ഈശോ വ്യക്തിപരമായി കാണപ്പെട്ടു. തോമാ ശ്ലീഹായ്ക്ക് മാത്രം ഈശോ അങ്ങനൊരു കാഴ്ച കൊടുത്തില്ല. ആ കാഴ്ച കൊടുക്കാത്തതിൻ്റെ കാരണം നമ്മളിവിടെ വായിച്ചുകൊണ്ടിരിക്കുന്നു. അതെന്താണ്? ഈശോ പറഞ്ഞൊരു വാക്കുണ്ട്. എന്താണ് വാക്ക്? വിശ്വാസി ആയിരിക്കുക, അല്ലേ? വിശ്വാസി ആയിരിക്കുക എന്ന മലയാളത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ആംഗലേയത്തിൽ എങ്ങനെയാണ് നമ്മൾ വായിക്കുന്നത്? ഡു നോട്ട് ബി ഡൗട്ടിങ്, ഡു നോട്ട് ബി അൺബിലീവിങ്. സോറി, ഡൗട്ടിങ് അല്ല, ഡു നോട്ട് ബി അൺബിലീവിങ് എന്ന് വെച്ചാൽ അവിശ്വസിച്ചുകൊണ്ടിരിക്കുക. അവിശ്വസിക്കുവാനുള്ള കാരണങ്ങൾ തപ്പി 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 നടക്കാതിരിക്കുക. ഈ തോമാ ശ്ലീഹ ഒരാഴ്ച സമയം ഇങ്ങനെ ഈശോയെ അവിശ്വസിക്കാൻ ഉള്ള കാരണം തപ്പി നടക്കുകയായിരുന്നു എന്ന് വേണം ഈശോയുടെ വാക്കിൽ നമുക്ക് മനസ്സിലാകാനായിട്ട്. അവിശ്വസിക്കുവാനുള്ള കാരണങ്ങൾ അന്വേഷിക്കുകയാണ്. ഇനി ആ വിശ്വസിക്കാനായിട്ടുള്ള ബുദ്ധിമുട്ട് ഏറ്റു പറയുകയാണ്. എങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുകയില്ല? എങ്ങനെയാണ് ഞാൻ വിശ്വസിക്കണമെങ്കിൽ തന്നെയും
അവൻ്റെ കൈകളിൽ ഞാൻ മുറിവുകൾ കാണണം, അവൻ്റെ വിലാപിൽ എൻ്റെ വിരലിടണം, എങ്കിൽ മാത്രമേ എനിക്ക് വിശ്വസിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ചോദ്യങ്ങൾ ചോദിക്കുന്ന ഒരു വിശ്വാസം അത് തെറ്റായ വിശ്വാസമല്ല. വിശ്വാസത്തിൽ എപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടാകണം. ചോദ്യങ്ങൾ ഉണ്ടായില്ലെങ്കിൽ വിശ്വാസം പലപ്പോഴും ഉപരിപ്ലവമായിട്ടും പരുഷമായി മാറും എന്ന് ബെനഡിക്ട് പാപ്പ പറയുന്നുണ്ട്. വിശ്വാസങ്ങളിൽ എപ്പോഴും ചോദ്യങ്ങൾ ഉണ്ടാകണം. വിശ്വാസത്തെ നമ്മൾ ചോദ്യം ചെയ്യുമ്പോഴാണ് വിശ്വാസത്തിൽ കൂടുതൽ കൂടുതൽ ആഴപ്പെടുവാനുള്ള കൃപ നമുക്ക് ലഭിക്കുന്നത്. 8-ാം ദിവസം തോമസിന് മുമ്പിൽ ഈശോ പ്രത്യക്ഷപ്പെടുകയാണ്. പ്രത്യക്ഷപ്പെട്ടിട്ട് തോമസിനോട് പറയുകയാണ്, തോമസേ, നീ എൻ്റെ അരികിൽ വരിക, നീ എൻ്റെ കൈവിരലുകൾ കാണുക, എൻ്റെ കൈകൾ കാണുക, നിന്റെ വിരല് കൊണ്ടുവരിക, എൻ്റെ വിലാവിൽ നിന്റെ വിരല് വയ്ക്കുക. അവിശ്വാസിയാകാതെ നീ വിശ്വാസിയായിരിക്കുക. കീപ് ബിലീവിങ് എന്നാണ് ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുന്നത്. കീപ് ബിലീവിങ് എന്ന് വെച്ചാൽ വിശ്വാസത്തെ വളർത്തിക്കൊണ്ടിരിക്കുക. വിശ്വസിക്കുക എന്നല്ല, വിശ്വാസത്തെ വളർത്തിക്കൊണ്ടിരിക്കുക. വിശ്വാസം വളരുന്ന പ്രവൃത്തികളിലേക്ക് വരിക. വിശ്വാസം ക്ഷയിക്കുന്ന പ്രവൃത്തികളിൽ നിന്നും അകന്നു പോവുക. അപ്പോഴാണ് തോമാസ് ലീഹ കർത്താവിൻ്റെ മുമ്പിൽ മുട്ടുകുത്തുന്നത്. തോമാസ് ലീഹ പറയുന്ന വാക്കുകൾ വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏറ്റവും വലിയ വിശ്വാസ പ്രഖ്യാപനമായി മാറുകയാണ്. എൻ്റെ കർത്താവേ, എൻ്റെ ദൈവമേ എന്ന് പറഞ്ഞാൽ അദോണായി എലഹീനു അദോണായി എഹാദ് എന്ന ക്ഷമാപ്രാർത്ഥന തന്നെയാണ്. നിങ്ങൾക്കത് മനസ്സിലായി കാണുമായിരിക്കും. ഇല്ലെങ്കിൽ ബൈബിൾ ക്ലാസ്സിൽ പഠിക്കുന്ന നിങ്ങൾക്ക് ആദ്യത്തെ ക്ലാസ്സുകളിലേക്ക് ഓർമ്മ കൊണ്ടുപോകാം. മോശ കണ്ട പഴയ നിയമത്തിലെ കത്തുന്ന മുൾപ്പടർപ്പിൽ കണ്ട ദൈവം തന്നെയാണ് നീ എന്നാണ് അദോണായി കർത്താവേ എന്ന് പറയുന്നതുകൊണ്ട് തോമസിനെ ഏറ്റു പറയുന്നത്. ഉദ്ധിതനായ നീ പൂർവ്വപിതാക്കന്മാർ കണ്ട ദൈവം തന്നെയാണ് എന്നാണ് ഏറ്റു പറയുന്നത്. അതാണ് എൻ്റെ അർത്ഥം. എൻ്റെ കർത്താവേ എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം അതാണ്. എൻ്റെ ദൈവമേ എന്ന് പറയുമ്പോഴോ മറ്റൊരർത്ഥമാണ്. സർവ്വ ചരാചരങ്ങളും സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവം, ഏക ദൈവം. ആ ദൈവത്തിൻ്റെ 2 മാനങ്ങളും തോമാസ് ലീഹ ഏറ്റുപറഞ്ഞ വിശ്വാസത്തിന് മുദ്രവയ്ക്കുകയാണ്. അങ്ങനെയാണ് യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം അവസാനിക്കുന്നത്. ഇവിടെ സുവിശേഷം അവസാനിക്കുകയാണ്. 21-ാമത്തെ അധ്യായം പിന്നീട് വരുന്ന ഒരു എപ്പിലോഗാണ് എന്ന് ബൈബിൾ പഠിക്കുന്നവർക്കെല്ലാം അറിയാം. ഈ ഏറ്റുപറച്ചിലൂടെ വിശ്വാസത്തിൻ്റെ പൂർത്തീകരണത്തിൽ ഈ സുവിശേഷം യോഹന്നാൻ ശ്ലീഹ അവസാനിപ്പിക്കുമ്പോൾ ഈശോ ഒരു കൊച്ചു കാര്യം കൂടെ പറയുകയാണ്. എന്താണ് ഈശോ പറയുന്നത്? കാണാതെ വിശ്വസിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. നീ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, നല്ലത്. കാണാതെ തന്നെ വിശ്വസിക്കുവാൻ ഭാഗ്യം ലഭിക്കുന്ന, കൃപ ലഭിക്കുന്നവരുണ്ട്. അവർ കൂടുതൽ ഭാഗ്യമുള്ളവരാണ്. ഇവിടെ നമ്മൾ കാണുന്ന ഒരു പ്രത്യേകത, തോമാസ് ലീഹ വിശ്വസിക്കുവാനായിട്ട് ചില അടയാളങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഈശോ ഉദ്ധിതനായി എന്നതിന് ഒരടയാളം എനിക്ക് തരട്ടെ, വ്യക്തിപരമായ ഒരു അടയാളം എനിക്ക് കിട്ടട്ടെ, അപ്പോൾ ഞാൻ വിശ്വസിക്കാം. ഈശോ ശിഷ്യന്റെ ആ സാഠ്യത്തെ കുറ്റപ്പെടുത്തുന്നില്ല. തോമാസ് ലീഹ അങ്ങനെ ശഠിച്ചത് തെറ്റാണെന്ന് ഈശോ പറയുന്നില്ല. നല്ലത്, ചില ശാഠ്യങ്ങളൊക്കെ ഉള്ളത് നല്ലതാണ്.
ശിഷ്യന്മാരുടെ ശാഠ്യത്തിൽ സ്വയം ഇല്ലാതാകുന്ന, ശാഠ്യങ്ങളെല്ലാം മാറ്റിവെച്ച് ഈ കുഞ്ഞിൻ്റെ ചിത്താന്തത്തിന് വഴങ്ങിക്കൊടുക്കുന്ന അമ്മയെപ്പോലെ ഈശോ തോമാസ് ശ്ലീഹായ്ക്ക് വഴങ്ങിക്കൊടുക്കുകയാണ് ചെയ്യുന്നത്. തോമാസ് ശ്ലീഹായ്ക്ക് വഴങ്ങിക്കൊടുക്കുന്ന ഒരു ക്രിസ്തുവിൻ്റെ മുഖമാണ്, തോമാസ് ശ്ലീഹായ്ക്ക് കീഴ്പ്പെടുന്ന ഒരു ക്രിസ്തുവിൻ്റെ മുഖമാണ് നമ്മളിവിടെ കാണുന്നത്. തോമസിൻ്റെ സംശയത്തെക്കാളേറെ വിശ്വാസിയുടെ ജീവിതത്തിലേക്ക് ഇറങ്ങിച്ചെന്ന് അവനെ ശക്തിപ്പെടുത്തുന്ന ക്രിസ്തുവിനെ കാണാനാണ് കൂടുതൽ നമ്മൾ ശ്രമിക്കേണ്ടതെന്നാണ് എനിക്ക് തോന്നുക. ശാഠ്യങ്ങൾക്ക് വഴങ്ങാൻ യാതൊരു മടിയുമില്ലാത്ത ഒരു ക്രിസ്തു, അതാണ് എൻ്റെയും നിങ്ങളുടെയും ദൈവം. നിങ്ങളുടെ എല്ലാം ശാഠ്യങ്ങൾക്ക് എത്രയോ തവണ അവൻ വഴങ്ങിത്തരുന്നു, ഇപ്പോഴും വഴങ്ങി തന്നുകൊണ്ടിരിക്കുന്നു. അങ്ങനെയല്ലേ? ശാഠ്യങ്ങൾക്ക് വഴങ്ങിത്തരുന്ന ഒരു ദൈവം. ആ ദൈവം നമ്മോട് പറയുകയാണ്, മക്കളെ നിങ്ങൾ വിശ്വസിച്ചുകൊണ്ടിരിക്കുക. അതാണ് ദൈവഹിതം. വിശ്വസിക്കുവാനുള്ള വഴികൾ കണ്ടെത്തുക. അവിശ്വസിക്കുവാൻ ധാരാളം വഴികളുണ്ട്. പള്ളിയിൽ നിന്ന് ഇറങ്ങിയാൽ അവിശ്വസിക്കാനുള്ള ഒത്തിരിയേറെ വഴികൾ അതിലെയും തലങ്ങും വിലങ്ങും എല്ലാം പോകുന്നുണ്ട്. ഏത് വണ്ടിയിൽ കയറാലും അത് അവിശ്വാസത്തിൻ്റെ മാളങ്ങളിൽ എത്തിക്കുന്ന വഴികളാണ്. പത്രം എടുത്താലും സോഷ്യൽ മീഡിയ തുറന്നാലും ചായക്കടയിൽ പോയി വർത്തമാനം പറഞ്ഞാലും വീട്ടിൽ മക്കളോട് കലഹിക്കുമ്പോഴും എല്ലാം ഈ അവിശ്വസിക്കുവാനുള്ള വഴികളാണ് എല്ലായിടത്തും ഉള്ളത്. ബട്ട് കീപ് ബിലീവിങ്. വിശ്വസിച്ചുകൊണ്ടിരിക്കുക. അതൊരു തുടർ പ്രക്രിയയാണ്. അവിടെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിക്കുന്ന, ഒരു ദിവസം സംഭവിച്ചു തീരുന്ന ഒരു കാര്യമല്ല. വിശ്വാസം എന്നതൊരു തുടർ പ്രക്രിയയാണ്. നിങ്ങൾ ആ തുടർ പ്രക്രിയയിലായിരിക്കുക. അതാണ് തോമാസ് ശ്ലീഹായോട് ഈശോ പറയുന്നത്, നമുക്കത് സ്വീകരിക്കാം. വളരെ നല്ല ഒരു സന്ദേശം ഈ ദുഗ്രാന നമ്മൾക്ക് തരികയാണ്. മക്കളെ, നിങ്ങൾ വിശ്വസിച്ചു കൊണ്ടിരിക്കുക. വിശ്വാസത്തിൽ ആഴപ്പെടാൻ വേണ്ടി നിങ്ങൾ തന്നെ സ്വയം ചോദ്യങ്ങൾ ചോദിക്കുക. നാട്ടുകാർ ചോദിക്കുന്ന ചോദ്യം കേട്ട് വെപ്രാളപ്പെട്ട് വിരണ്ടോടാതെ നിങ്ങൾ തന്നെ സ്വയം ചോദ്യങ്ങൾ ചോദിക്കുക. ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തരാൻ കഴിവുള്ള ക്രിസ്തു, അതൊരു പക്ഷേ ശാഠ്യങ്ങളാണെങ്കിൽ പോലും അതിന് വഴങ്ങി തരുന്ന സ്നേഹമയനായ, തന്നെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടി അവസാനം വരെ സ്നേഹിച്ചു എന്ന് പറയുന്ന, അല്ലെങ്കിൽ സ്നേഹത്തിൻ്റെ ഏതറ്റം വരെ പോകാനും തയ്യാറുള്ള ഒരു ക്രിസ്തുവിലാണ് നമ്മുടെയും സുവിശേഷകൻ കാണിച്ചു തരുന്ന ഈ തോമാസ് ശ്ലീഹായുടെ എല്ലാം വിശ്വാസം. അവിടെ തോമാസ് ശ്ലീഹ നമ്മെ ശക്തിപ്പെടുത്തട്ടെ. അതുകൊണ്ട് വിശ്വസിച്ചുകൊണ്ടിരുന്ന് അവസാനം നമ്മുടെ നാട്ടിൽ വന്ന് ശൂലത്താലുള്ള കുത്തേറ്റ് മരണപ്പെട്ട് അവൻ്റെ രക്തം കൊണ്ട് നനഞ്ഞ ഭാരത മണ്ണിലാണ് നമ്മൾ. അതുകൊണ്ട് ഈ മണ്ണിൽ നിന്നുകൊണ്ട് തോമാസ് ശ്ലീഹായുടെ തിരുനാൾ ആഘോഷിക്കാനായിട്ട് നമുക്ക് ഭാഗ്യം കിട്ടിയപ്പോൾ ഈശോ പറഞ്ഞ വാക്കൊരിക്കൽ കൂടി നമുക്ക് സൂക്ഷിക്കാം. കീപ് ബിലീവിങ്. വിശ്വസിച്ചുകൊണ്ടേയിരിക്കുക. അതിലുള്ള കൃപ ഈശോ നമുക്ക് തരും. കാണാതെ തന്നെ വിശ്വസിക്കുക. കാണാതെ വിശ്വസിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാരാണ്. ഇനി കണ്ടു വിശ്വസിച്ചു എന്നോർത്ത് അത് വലിയ കുഴപ്പമുള്ള കാര്യമൊന്നും അല്ല താനും. കാണാതെ വിശ്വസിക്കുന്നവർ കൂടുതൽ ഭാഗ്യവാന്മാർ. കർത്താവെ, നമ്മളെ അനുഗ്രഹിക്കണമേ. തോമാസ് ശ്ലീഹയുടെ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. തോമാസ് ശ്ലീഹയുടെ തിരുനാൾ ദിവസം തോമസിൻ്റെ നാമധാരികൾക്കെല്ലാം എല്ലാവിധ പ്രത്യേകമായ തിരുനാളിൻ്റെ മംഗളങ്ങൾ നേരുന്നു. നമ്മുടെ തോമസ് അച്ഛൻ നമ്മുടെ കൂടെ ഇന്നില്ല. അച്ഛനെന്തോ ചെറിയ അസ്വസ്ഥതയുണ്ടായി രാവിലെ, അതുകൊണ്ട് അച്ഛൻ വരാൻ സാധിച്ചില്ല. നമുക്ക് അച്ഛനെ നമ്മുടെ പ്രാർത്ഥനകളിൽ ഓർക്കാം. ഒരിക്കൽ കൂടി ഈ കൂടെ ആരെങ്കിലും തോമസുമാരുണ്ടെങ്കിൽ ഒന്ന് കൈവക്കാവോ? ദൈവകൃപയാൽ മരുന്നിന് ആരും തന്നെ ഇല്ല. അതുകൊണ്ട്
അപ്പന്മാരെങ്കിലും തോമസുമാരുള്ളവർ കാണുമായിരിക്കും. എല്ലാവർക്കും ഒരിക്കൽ കൂടി പെരുന്നാൾ മംഗളങ്ങൾ നമുക്ക് പ്രത്യേകം പ്രാർത്ഥിക്കാം. ഈശോ അനുഗ്രഹിക്കട്ടെ. നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ വരും. മഹിയിൽ നിൻ ജന്മം മഹിതം ധീരവുമാ തോമാശ്ലീഹായേ ഭാഗ്യമെഴുന്നവനല്ലോ നീ സ്പർശിച്ചിടാനായല്ലോ മിശിഹാ തന്നുടെ പാർശ്വത്തിൽ താതാ നിന്നുടെ വിശ്വാസം നിസ്തുലമാ വാഴ്ത്താം നിൻ നാമം. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ദൈവമാതാവായ കന്യകാമറിയത്തിൻ്റെയും നീതിമാനായ മാർ യൗസേപ്പിൻ്റെയും പാവന സ്മരണ വിശുദ്ധ ബലിപീഠത്തിലുണ്ടാകട്ടെ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. ദൈവപുത്രന്റെ സ്നേഹന്മാരെ, ഏകജാതന്റെ സ്നേഹിതരെ, ലോകത്തിൽ സമാധാനമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. ദൈവജനമെല്ലാം ആമേൻ ആമേൻ എന്ന് ഉദ്ഘോഷിക്കട്ടെ. വിജയം വരിച്ച നീതിമാന്മാരുടെയും മകുടം ചൂടിയ രക്തസാക്ഷികളുടെയും സ്മരണയോടുകൂടെ നമ്മുടെ പിതാവായ മാർ തോമാശ്ലീഹായുടെ ഓർമ്മ വിശുദ്ധ ബലിപീഠത്തിൽ ഉണ്ടാകട്ടെ. ബലവാനായ കർത്താവ് നമ്മോടുകൂടി, നമ്മുടെ രാജാവ് നമ്മോടുകൂടി, നമ്മുടെ ദൈവം നമ്മോടുകൂടി, യാക്കോബിന്റെ ദൈവം നമ്മുടെ സഹായം. ചെറിയവരും വലിയവരും അങ്ങയുടെ സുദൃഢമായ ഉത്ഥാനം വഴി അങ്ങ് മഹത്വത്തോടുകൂടെ ഉയിർപ്പിക്കുമെന്ന പ്രത്യാശയിൽ മരിച്ചവരെല്ലാം നിദ്ര ചെയ്യുന്നു. അവിടുത്തെ സന്നിധിയിൽ നിങ്ങളുടെ ഹൃദയങ്ങൾ തുറക്കുവിൻ. ഉപവാസവും പ്രാർത്ഥനയും അനുതാപവും വഴി മിശിഹായെയും അവിടുത്തെ പിതാവിനെയും പരിശുദ്ധാത്മാവിനെയും നമുക്ക് പ്രസാദിപ്പിക്കാം. സർവശക്തനും പിതാവുമായ ഏകദൈവത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൃശ്യവും അദൃശ്യവുമായ സകലത്തിന്റെയും സൃഷ്ടാവിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. ദൈവത്തിന്റെ ഏകപുത്രനും സകല സൃഷ്ടികൾക്ക് മുമ്പുള്ള ആദിജാതനും യുഗങ്ങൾക്കെല്ലാം മുമ്പ് പിതാവിൽ നിന്ന് ജനിച്ചവനും എന്നാൽ സൃഷ്ടിക്കപ്പെടാത്തവനും ഏകകർത്താവുമായ ഈശോ മിശിഹായിൽ ഞങ്ങൾ വിശ്വസിക്കുന്നു. അവിടുന്ന് സത്യദൈവത്തിനുള്ള സത്യദൈവവും പിതാവിനോടുകൂടി ഏകസത്യമാകുന്നു. അവിടുന്ന് വഴി പ്രപഞ്ചം സംവിധാനം ചെയ്യപ്പെടുകയും എല്ലാം സൃഷ്ടിക്കപ്പെടുകയും ചെയ്തു. മനുഷ്യരായ നമുക്ക് വേണ്ടിയും നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടിയും അവിടുന്ന് സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്നു. പന്തിയോസ് പിലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിക്കുകയും സ്ലീവായിൽ തറയ്ക്കപ്പെട്ട് മരിക്കുകയും സംസ്കരിക്കപ്പെടുകയും എഴുതപ്പെട്ടിരിക്കുന്നത് പോലെ മൂന്നാം ദിവസം ഉയർത്തെഴുന്നേൽക്കുകയും ചെയ്തു. അവിടുന്ന് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി പിതാവിന്റെ വലതുഭാഗത്തിരിക്കുന്നു. മരിച്ചവരെയും ജീവിക്കുന്നവരെയും വിധിക്കുവാൻ അവിടുന്ന് വീണ്ടും വരുവാനിരിക്കുന്നു. പിതാവിൽ നിന്നും പുത്രനിൽ നിന്നും പുറപ്പെടുന്ന സത്യാത്മാവും ജീവദാതാവുമായ ഏക പരിശുദ്ധാത്മാവിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. ഏകവും പരിശുദ്ധവും സ്ലൈകവും സർവ്വത്രയവുമായ സഭയിലും ഞങ്ങൾ വിശ്വസിക്കുന്നു. പാപമോചനത്തിലുള്ള ഏക മാമോദീസായും ശരീരത്തിന്റെ ഉയർപ്പും നിത്യായുസ്സും ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുന്നു. ആമേൻ. സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ സ്തുതികൾ ആലപിക്കുവാൻ നിന്നെ ശക്തനാക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. പാത്രികേസ്മാരും മെത്രാന്മാരുമായി നമ്മുടെ പിതാക്കന്മാർ, പുരോഹിതന്മാർ, ശുശ്രൂഷികൾ എന്നിവരുടെയും ബ്രഹ്മചാരികളുടെയും കന്യകളുടെയും നമ്മുടെ മാതാപിതാക്കന്മാർ, പുത്രി പുത്രന്മാർ, സഹോദരി സഹോദരന്മാർ എന്നിവരുടെയും ഓർമ്മയെ ദൃശ്യകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. മിശിഹായുടെ സ്നേഹിതരും വിശ്വാസികളുമായ എല്ലാ ഭരണകർത്താക്കളെയും ശുദ്ധിശാസ്ത്രത്തോടെ മരിച്ച് ഈ ലോകത്തിൽ നിന്ന് വേർപെട്ടു പോയ എല്ലാവരെയും അനുസ്മരിക്കുവിൻ.
മിശിഹായുടെ കൃപയാൽ ഈ ബലി നമുക്ക് സഹായത്തിനും രക്ഷയ്ക്കും സ്വർഗരാജ്യത്തിന്റെ ജീവനും കാരണമാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങ് ഞങ്ങളുടെ മേൽ വർഷിച്ച സമൃദ്ധമായ അനുഗ്രഹങ്ങളെ പ്രതി ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. അങ്ങയുടെ അഭിഷിക്തന്റെ ശരീരരക്തങ്ങളാകുന്ന ദിവ്യരഹസ്യങ്ങളുടെ ശുശ്രൂഷകരാകുവാൻ എളിയവരും പാപികളുമായിരുന്നിട്ടും ഞങ്ങളെ അങ്ങ് കാരുണ്യാതിരേകത്താൽ യോഗ്യരാക്കി അങ്ങ് നൽകിയ ദാനം തികഞ്ഞ സ്നേഹത്തോടും ഉറച്ച വിശ്വാസത്തോടും കൂടെ പരികർമ്മം ചെയ്യുവാൻ ഞങ്ങളെ ശക്തരാക്കണമെന്ന് അങ്ങയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം നിങ്ങളോടുകൂടെ, അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടെ. സഹോദരേ, മിശിഹായുടെ സ്നേഹത്തിൽ നിങ്ങൾ സമാധാനം ആശംസിക്കുവേൻ. നമുക്കെല്ലാവർക്കും ലതാപത്തോടും വിസ്തയോടും കൂടെ കർത്താവിനെ പറയുകയും അവിടുത്തെ വിളിച്ചപേക്ഷിക്കുകയും ചെയ്യാം. നിങ്ങൾ ആദരവർ നിന്ന് ഇവിടെ അനുഷ്ഠിപ്പെടുന്നേ സൂക്ഷിച്ചപേക്ഷിക്കുവാൻ ഭക്തിജനമായ രഹസ്യങ്ങൾ കുദാശ ചെയ്യപ്പെടുന്നു. പുരോഹിതന്റെ മാസം വഴി സമാധാന സമൃദ്ധമാകുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. കണ്ണുകൾ താഴ്ത്തി വിചാരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി നിശബ്ദരായ ഏകാഗ്രതയുടെ ഭക്തിയോടും കൂടെ നിങ്ങൾ ഹൃദയത്തിൽ പ്രാർത്ഥിക്കുവാൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവിൻ കൃപയും ദൈവപിതാവിൻ സ്നേഹമതും റൂഹാതൻ സഖവാസവുമീ നമ്മോടൊത്തുണ്ടാകട്ടെ. ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയവികാര വിചാരങ്ങൾ, ഉയരങ്ങളിലേക്കുയരട്ടെ ഹൃദയ വികാര വിചാരങ്ങൾ. പൂർവപിതാവാമബ്രാഹം ഇസഹാക്ക് യാക്കോബെന്നിവർതൻ ദൈവമേ നിത്യം ആരാധ്യൻ. രാജാവേ നിൻ സന്നിധിയിൽ അഖില ചരാചര കർത്താവാ ദൈവത്തിനു ബലിയർപ്പിക്കൂ. ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ, ന്യായവുമാണതു യുക്തവുമാ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വര, അങ്ങയുടെ മഹത്വമേറിയ തൃത്വത്തിൻ്റെ ആരാധ്യമായ നാമം എല്ലാ തരങ്ങളിൽ നിന്ന് സ്തുതിയും എല്ലാ നാവുകളിൽ നിന്ന് കൃതജ്ഞതയും എല്ലാ സൃഷ്ടികളിൽ നിന്ന് പുകഴ്ചയും അർഹിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അങ്ങ് ലോകത്തെയും അതിലുള്ള സകലത്തെയും കനിവോട് സൃഷ്ടിക്കുകയും മനുഷ്യവംശത്തോട് അളവറ്റ കൃപ കാണിക്കുകയും ചെയ്തു. സ്വർഗവാസികളുടെ ആയിരങ്ങളും മാലാഖമാരുടെ 10,000ങ്ങളും മഹോന്നതനായ അങ്ങേ കുമ്പിട്ടാരാധിക്കുന്നു. അങ്ങേ ശുശ്രൂഷിക്കുന്ന അഗ്നിമയന്മാരും അരൂപികളുമായ സ്വർഗീയ സൈന്യങ്ങൾ അങ്ങയുടെ നാമം പ്രകീർത്തിക്കുന്നു. പരിശുദ്ധരും അരൂപികളുമായ ക്രോവന്മാരോടും ശ്രാപ്പന്മാരോടും ചേർന്ന് നാഥനായ അങ്ങേക്ക് അവർ ആരാധന സമർപ്പിക്കുന്നു.
ഓശാന ഈശനു സതതം. ഓശാന ഓശാന ഓശാന. ഓശാന ഈശനു സതതം. ഓശാന ഓശാന ഓശാന. പരിശുദ്ധൻ പരിശുദ്ധൻ പരമശക്തൻ നിരന്തരം മുഴങ്ങുന്നു വാനിലേവൻ. ഇഹ പരമഖിലവും അഖിലേശ്വര മഹിമയാൽ നിറയുന്നു നിരുപമമേ. ഓശാന ഈശനു സതതം. ഓശാന ഓശാന ഓശാന. കർത്താവായ ദൈവമേ, സ്വർഗീയ ഗണങ്ങളോട് ചേർന്ന് ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നു. അങ്ങയിൽ മറഞ്ഞിരിക്കുന്ന ആത്മജാതനും അങ്ങിൽ നിന്നുള്ള പ്രകാശവും അങ്ങിലെ സത്തയുടെ പ്രതിച്ഛായയുമായ വചനമാകുന്ന ദൈവത്തെ ഞങ്ങൾ വാഴ്ത്തുന്നു. അങ്ങയോടുള്ള സമാനത നിലനിർത്തേണ്ട കാര്യമായി പരിഗണിക്കാതെ വചനം തന്നെ ശൂന്യനാക്കി ദാസന്റെ രൂപം സ്വീകരിച്ച് വിവേകവും ബുദ്ധിയുമുള്ള മർത്യമായ ആത്മാവോടും മർത്യമായ ശരീരത്തോടും കൂടെ പരിപൂർണ മനുഷ്യനായി സ്ത്രീയിൽ നിന്ന് ജാതനായി നിയമത്തിന് അധീനരായവരെ ഉദ്ധരിക്കുവാൻ നിയമത്തിന് വിധേയനാകുകയും ഞങ്ങളുടെ രക്ഷയുടെ നിത്യസ്മാരകം ഏർപ്പെടുത്തുകയും ചെയ്തു. രക്ഷാകരമായ ഈ ദിവ്യരഹസ്യം തിരുസന്നിധിയിൽ ഞങ്ങൾ അർപ്പിക്കുന്നു. താൻ ഏൽപ്പിച്ചു കൊടുക്കപ്പെട്ട രാത്രിയിൽ ഈശോ നിർമ്മലമായ തൃക്കരങ്ങളിൽ അപ്പമെടുത്ത് സ്വർഗത്തിലേക്ക് ആരാധ്യനായ പിതാവേ, അങ്ങയുടെ പക്കലേക്ക് കണ്ണുകൾ ഉയർത്തി വാഴ്ത്തി വിഭജിച്ച് ശിഷ്യന്മാർക്ക് നൽകിക്കൊണ്ടരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി നിങ്ങൾക്കു വേണ്ടി വിഭജിക്കപ്പെടുന്ന എൻ്റെ ശരീരമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്നു വാങ്ങി ഭക്ഷിക്കുവിൻ. അപ്രകാരം തന്നെ കാസയും എടുത്ത് കൃതജ്ഞതാ സ്തോത്രം ചെയ്ത് വാഴ്ത്തി അവർക്ക് നൽകിക്കൊണ്ട് അരുൾ ചെയ്തു. ഇത് പാപമോചനത്തിനായി അനേകർക്ക് വേണ്ടി ചിന്തപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എൻ്റെ രക്തമാകുന്നു. നിങ്ങളെല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി പാനം ചെയ്യുവിൻ. ഞാൻ ഈ ചെയ്തത് നിങ്ങൾ എൻ്റെ നാമത്തിൽ ഒരുമിച്ച് കൂടുമ്പോൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. യേശുവേ നാഥ, അങ്ങയെ ഞാൻ ആരാധിക്കുന്നു, സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും നിൻ മുൻപിലണച്ചു കുമ്പിടുന്നു. ജീവനുമെന്റെ
കുമ്പിടുന്നു. ഞങ്ങൾ അങ്ങേക്ക് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഹൃദയം കൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. കർത്താവേ, ശക്തനായ ദൈവമേ, പ്രധാനാചാര്യനും സാർവത്രിക സഭയുടെ തലവനും ഭരണാധികാരിയുമായ റോമിലെ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്കും രൂപതാധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് മെത്രാനും വിശുദ്ധ കത്തോലിക്കാ സഭ മുഴുവനും പുരോഹിതന്മാർ, ഭരണകർത്താക്കൾ, മേലധികാരികൾ, സന്യാസികൾ, അൽമായ പ്രേക്ഷിതർ എന്നിവർക്ക് വേണ്ടിയും ഈ കൃപാനയങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കൃപാന സ്വീകരിക്കണമേ. എല്ലാ പ്രവാചകന്മാരുടെയും സ്നേഹന്മാരുടെയും രക്തസാക്ഷികളുടെയും വന്ദകരുടെയും ബഹുമാനത്തിനും അങ്ങേ പ്രീതിപ്പെടുത്തിയ നീതിമാന്മാരായ പിതാക്കന്മാർക്ക് വേണ്ടിയും ഈ കൃപാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കൃപാന സ്വീകരിക്കണമേ. ക്ലേശിതരും ദുഃഖിതരും ദരിദ്രരും പീഡിതരും രോഗികളും ആകുലരുമായ എല്ലാവർക്കും ഞങ്ങളുടെ ഇടയിൽ നിന്ന് അങ്ങയുടെ നാമത്തിൽ വേർപിരിഞ്ഞു പോല മരിച്ചവർക്കും അങ്ങയുടെ കാരുണ്യത്തെ പ്രത്യാശാപൂർവം പ്രതീക്ഷിച്ച് അങ്ങയുടെ ദർശനതയിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവരായ മക്കൾ ഓരോരുത്തർക്കും ഇവരുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങൾക്കും ഞങ്ങൾ ആർക്കെല്ലാം വേണ്ടി പ്രാർത്ഥിക്കുവാൻ കടപ്പെട്ടിരിക്കുന്നു അവർക്കും ആരോടെല്ലാം ഞങ്ങൾ പ്രാർത്ഥന വാഗ്ദാനം ചെയ്തിരിക്കുന്നു അവർക്ക് വേണ്ടിയും വിദൂരങ്ങളിലായിരുന്ന ഈ പരിശുദ്ധ ബലിയിൽ പങ്കുചേരുന്നവർക്ക് വേണ്ടിയും ഈടവക സമൂഹം മുഴുവന് വേണ്ടിയും എളിയവനായ എനിക്ക് വേണ്ടിയും ഈ കുർബാന അങ്ങ് സ്വീകരിക്കണമേ. കർത്താവേ, കൃപാന സ്വീകരിക്കണമേ. കർത്താവേ, ആശീർവദിക്കണമേ. എൻ്റെ സഹോദരങ്ങളെ, ഈ കുർബാന എൻ്റെ ജീവിതം വഴി പൂർത്തിയാകുവാൻ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ. മിശിഹാ അങ്ങയുടെ പ്രാർത്ഥന കേൾക്കുകയും കൃപാന സ്വീകരിക്കുകയും ചെയ്യട്ടെ. അങ്ങയുടെ പൗരോഹിത്യത്തെ അവിടുന്ന് സ്വർഗരാജ്യത്തിൽ മഹത്വപ്പെടുത്തട്ടെ. അങ്ങേക്ക് വേണ്ടിയും ഞങ്ങൾക്ക് വേണ്ടിയും അവിടുത്തെ കൃപയും അനുഗ്രഹവും പ്രത്യാശവും കാത്തിരിക്കുന്ന ലോകം മുഴുവന് വേണ്ടിയും അങ്ങ് സമർപ്പിക്കുന്ന ഈ ബലിയിൽ അവിടുന്ന് സംപ്രീതനാവുകയും ചെയ്യട്ടെ. ആമേൻ. കർത്താവേ, എളിയവരും ബലഹീനരും ക്ലേശിതരുമായ ദാസരും അങ്ങ് നൽകിയ മാതൃക പരമ്പരാഗതമായി സ്വീകരിച്ച് ഇപ്പോഴങ്ങയുടെ നാമത്തിൽ ഒരുമിച്ച് കൂടി തിരുസന്നിധിയിൽ നിൽക്കുന്നു ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ കർത്താവേ യേശു മിശിഹായുടെ പീഡാനുഭവത്തിൻ്റെയും മരണത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഉത്ഥാനത്തിൻ്റെയും മഹനീയവും ഭയഭക്തിജനകവും പരിശുദ്ധവും ജീവദായകവും ദൈവികവുമായ രഹസ്യത്തെ സന്തോഷത്തോടെ ഞങ്ങൾ സ്മരിക്കുകയും സ്തുതിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യും. കർത്താവായ ദൈവമേ, അങ്ങയുടെ പരിശുദ്ധാത്മാവെഴുന്നള്ളി വരട്ടെ. നിങ്ങൾ നിശബ്ദരായി ആദരപൂർവ്വം പ്രാർത്ഥിക്കുവിൻ. സമാധാനം നമ്മോടുകൂടെ. അങ്ങയുടെ ദാസരുടെ ഈ കുർബാനയിൽ അവിടുന്ന് ആവസിച്ച് ഇതിനെ ആശീർവദിക്കുകയും പൗത്രീകരിക്കുകയും ചെയ്യട്ടെ. ഇത് ഞങ്ങൾക്ക് കടങ്ങളുടെ വൃദ്ധിക്കും പാപങ്ങളുടെ മോചനത്തിനും മരിച്ചവരുടെ ഉയിർപ്പിനുള്ള വലിയ പ്രത്യാശയ്ക്കും അങ്ങേ പ്രീതിപ്പെടുത്തിയ എല്ലാവരോടും ഒന്നിച്ച് സ്വർഗത്തിൽ നവമായ ജീവിതത്തിനും കാരണമാകട്ടെ. ഞങ്ങൾക്ക് വേണ്ടിയുള്ള അങ്ങയുടെ മഹനീയവും വിസ്മയാവഹവുമായ ഈ രക്ഷാപദ്ധതിയെക്കുറിച്ച് ഞങ്ങൾ അങ്ങേ നിരന്തരം പ്രകീർത്തിക്കുകയും
അങ്ങയുടെ അഭിഷിക്തന്റെ അമൂല്യമായ രക്തത്താൽ രക്ഷിക്കപ്പെട്ട സഭയിൽ സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ഞങ്ങൾ അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുകയും ചെയ്യുന്നു. പൂജ്യമായിടും നിന്റെ നാമത്തിൽ ആദരാൽ ഞങ്ങൾ അർപ്പിക്കും സ്തോത്രവും സ്തുതി കീർത്തനങ്ങളും ഇന്നും എപ്പോഴും എന്നേക്കും. ദൈവമേ, അങ്ങയുടെ കാരുണ്യത്തിനൊത്ത വിധം എന്നോട് ദയ തോന്നണമേ. അങ്ങയുടെ കാരുണ്യാദ്രയത്തിനനുസൃതമായി എന്റെ പാപങ്ങൾ മായ്ച്ചു കളയണമേ. കർത്താവേ, അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവേ ഈശോ മിശിഹായേ, അങ്ങേ തിരുനാമത്തിന് സ്തുതിയും നാഥനായ അങ്ങേക്ക് ആരാധനയും ഉണ്ടായിരിക്കട്ടെ. സജീവവും ജീവദായകവുമായ ഈ അപ്പം സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നതും ലോകത്തിന് മുഴുവൻ ജീവൻ നൽകുന്നതുമാകുന്നു. ഇത് ഭക്ഷിക്കുന്നവർ മരിക്കുകയില്ല, പ്രത്യത പാപമോചനവും രക്ഷയും പ്രാപിക്കുകയും നിത്യം ജീവിക്കുകയും ചെയ്യും. നിന്റെ തിരുവിഷ്ടം നിറവേറ്റുന്ന ശുശ്രൂഷകന്മാർ ഉന്നതദൂതന്മാർ ബലിപീഠത്തിങ്കൽ ആദരവോടെ നിൽക്കുന്നു, ഭയഭക്തിയോടെ നോക്കുന്നു, പാപകടങ്ങൾ പോക്കിടുവാൻ കർത്താവിനെ വിഭജിക്കും വൈദികനെ വീക്ഷിച്ചിടുന്നു. കർത്താവേ, മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നമ്മുടെ രക്ഷന്റെ മൂല്യമായ ശരീരത്തെ രഹസ്യങ്ങളെ നമുക്ക് എല്ലാവരും ഭക്തിയോടെ സമീപിക്കാം. അനുതാപത്തിൽ നിന്നുള്ള നിശനത്തോടെ അപരാധം പിന്തിരിഞ്ഞുകൊണ്ടും പാപങ്ങളെക്കുറിച്ച് പശ്ചാത്തപിച്ചുകൊണ്ടും സഹോദര തെറ്റുകൾ ക്ഷമിച്ചുകൊണ്ടും നമുക്ക് സകലത്തിൻ്റെയും നാഥനായ ദൈവത്തോട് കൃപയും പാപമോചനവും യാചിക്കുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ഭിന്നതകളും കലഹങ്ങളും വെടിഞ്ഞ് നമ്മുടെ മനസ്സാക്ഷിയെ ശുദ്ധീകരിക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. ശത്രുതയിലും വിദ്വേഷത്തിലും നിന്ന് നമ്മുടെ ആത്മാക്കളെ വിമുക്തമാക്കാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. വിശുദ്ധ കുർബാന സ്വീകരിക്കുകയും പരിശുദ്ധാത്മാവിനാൽ പൗത്രീകരിക്കപ്പെടുകയും ചെയ്യാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. യോജിപ്പോടും ഐക്യത്തോടും കൂടി ദിവ്യരഹസ്യങ്ങളിൽ പങ്കുകൊള്ളാം. കർത്താവേ, അങ്ങയുടെ ദാസരുടെ പാപങ്ങളും അപരാധങ്ങളും ക്ഷമിക്കണമേ. കർത്താവേ, ഇവ ഞങ്ങളുടെ ശരീരങ്ങളുടെ ഉയർപ്പിനും ആത്മാക്കളുടെ രക്ഷയ്ക്കും കാരണമാകട്ടെ, നിത്യജീവനം കാരണമാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകിയ മനോവിശ്വാസത്തോടുകൂടെ അങ്ങയുടെ തിരുസന്നിധിയിൽ എപ്പോഴും നിർമ്മല ഹൃദയരും പ്രസന്നവദനരും നിഷ്കളങ്കരുമായി വ്യാപരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കണമേ. ഞങ്ങളെല്ലാവരും ഏകസ്വരത്തിൽ അങ്ങേ വിളിച്ച് പ്രകാരം അപേക്ഷിക്കുന്നു. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ.
ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, ശക്തനായ സർവേശ്വര, നല്ലവനായ ദൈവമേ, കൃപാപൂർണനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ കാരുണ്യം ഞങ്ങൾക്ക് അപേക്ഷിക്കുന്നു. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിലും അവന്റെ സൈന്യങ്ങളിൽ നിന്നും ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും പ്രാബല്യവും അധികാരവും അങ്ങയുടേതാകുന്നു, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. സമാധാനം അങ്ങയോടും അങ്ങയുടെ ആത്മാവോടും കൂടി. ഏകപിതാവ് പരിശുദ്ധനാകുന്നു, ഏകപുത്രൻ പരിശുദ്ധനാകുന്നു, ഏകരൂഹ പരിശുദ്ധനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും എന്നേക്കും സ്തുതി. ആമേൻ. ജീവിക്കുന്ന ദൈവത്തെ നിങ്ങൾ പ്രകീർത്തിക്കുവിൻ. ഞങ്ങളുടെ പിതാവായ മാർ തോമാസ് ശ്ലീഹായെ, അങ്ങയുടെ ഓർമ്മദിനം മഹനീയമാകുന്നു. അങ്ങയുടെ രക്തസാക്ഷിത്വം അതിലുപരി മഹനീയമാകുന്നു. മഹത്വത്തിന്റെ സിംഹാസനം അങ്ങേക്കായി ഒരുക്കപ്പെട്ടു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവം അങ്ങേക്കായി സ്വർഗത്തിൽ വിജയകിരീടം ഒരുക്കി. അങ്ങയെ തിരഞ്ഞെടുത്ത് തന്റെ ദാനങ്ങളാൽ അങ്ങയെ സമ്പന്നനാക്കിയ ദൈവത്തിന് ക്രോവേന്മാർ മഹത്വമർപ്പിക്കുന്നു. അവരോട് ചേർന്ന് നമുക്ക് ഹല്ലേലൂയ പാടി അവനെ സ്തുതിക്കാം. എന്റെ കർത്താവേ, എന്റെ മിശിഹായേ, നീ മാത്രം, നീ മാത്രം, നീ മാത്രം എന്റെ ദൈവം. എന്റെ കർത്താവേ, എന്റെ മിശിഹായേ, നീ മാത്രം, നീ മാത്രം, നീ മാത്രം എന്റെ ദൈവം. നീ മാത്രം, നീ മാത്രം, നീ മാത്രം എന്റെ ദൈവം. ഓ എന്റെ യേശുവേ, ഓ എന്റെ ദൈവമേ, ആരാധന. ഓ എന്റെ യേശുവേ, ഓ എന്റെ ദൈവമേ, ശാന്തിയായി നീ മുന്നിൽ അണഞ്ഞിടുന്നു, തൂമന്ദഹാസം ചുരിഞ്ഞിടുന്നു. ശാന്തിയായി നീ മുന്നിൽ അണഞ്ഞിടുന്നു, തൂമന്ദഹാസം ചുരിഞ്ഞിടുന്നു. നിൻ തിരുമാറിൽ ഞാൻ ചേർന്നിടുന്നു,
സ്തുതിക്കുന്നു. അപ്പോഴും എന്നാത്മം മന്ത്രിക്കുന്നു. നിൻ തിരുമാറിൽ ഞാൻ ചേർന്നിടുന്നു. അപ്പോഴും എന്നാത്മം മന്ത്രിക്കുന്നു. നീ മാത്രം, നീ മാത്രം, നീ മാത്രം എന്റെ ദൈവം. നീ മാത്രം, നീ മാത്രം, നീ മാത്രം എന്റെ ദൈവം. ഓ എന്റെ യേശുവേ, ഓ എന്റെ ദൈവമേ, ആരാധന. ഓ എന്റെ യേശുവേ, ഓ എന്റെ ദൈവമേ, ആരാധന. പരിശുദ്ധാത്മാവിന്റെ കൃപാർത്ഥൽ സുത്രഹവും പരിശുദ്ധവും ജീവദായകവും ദൈവവുമായി രഹസ്യങ്ങളെ സമീപിച്ച് ഇവയിൽ പങ്കുയോഗ്യരാക്കപ്പെട്ട നമുക്കെല്ലാവർക്കും ഇവയുടെ ദാതാവായ ദൈവത്തിന് സ്തുതിയും കൃതജ്ഞതയും സമർപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോടുകൂടെ. കർത്താവായ ദൈവമേ, സുദൃഢവും പരിശുദ്ധവും ജീവദായകവും ദിവ്യവുമായ രഹസ്യങ്ങൾ കടങ്ങളുടെ മോചനത്തിനായി അങ്ങ് കാരുണ്യപൂർവ്വം ഞങ്ങൾക്ക് നൽകി. ഈ ദാനത്തെക്കുറിച്ച് അങ്ങയുടെ മഹനീയ തൃത്വത്തിന് സ്തുതിയും ബഹുമാനവും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ ഞങ്ങൾ കടപ്പെട്ടവരാകുന്നു. ഉന്നതങ്ങളിൽ നിന്നുള്ള ആരാധ്യമായ ദാനം വാഴ്ത്തപ്പെട്ടതാകട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. കർത്താവേ ആശീർവദിക്കണമേ. തന്റെ ശരീരത്താൽ നമ്മുടെ കടങ്ങൾ പൊറുക്കുകയും രക്തത്താൽ പാപങ്ങളുടെ കരമായ്ച്ചു കളയുകയും ചെയ്ത നമ്മുടെ കർത്താവ് സഭയിൽ വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ദൈവത്തിന്റെ അനുഗ്രഹീത ജനമേ, കർത്താവിന്റെ മേച്ചിൽ സ്ഥലത്തെ അജഗണമേ, നിങ്ങളുടെ മേൽ അവിടുന്ന് കൃപാവരം ചൊരിയട്ടെ. തന്റെ കാരുണ്യവും അനുഗ്രഹവും അവിടുന്ന് നിങ്ങളുടെ മേൽ വർഷിക്കട്ടെ. അവിടുത്തെ പരിപാലനയുടെ വലങ്കരം നിങ്ങളെ ഓരോരുത്തരെയും സംരക്ഷിക്കുകയും ചെയ്യട്ടെ. കുരിശടയാളം വഴിയായി സംരക്ഷിതരായി തീരട്ടെ. മുദ്രിതരായി ഭവിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശുദ്ധീകരണത്തിന്റെ ബലിപീഠമേ സ്വസ്തി. ഞങ്ങളുടെ കർത്താവിന്റെ കബറിടമേ സ്വസ്തി. ഞങ്ങൾ സ്വീകരിച്ച കുർബാന കടങ്ങളുടെ വൃത്തിക്കും പാപങ്ങളുടെ മോചനത്തിനും കാരണമാകട്ടെ. ഇനി ഒരു ബലി അർപ്പിക്കുവാൻ ഞാൻ വരുമോ ഇല്ലെന്ന് എനിക്കറിഞ്ഞുകൂടാ. മിശിഹാ കർത്താവേ, മാനവരക്ഷകനേ, മരണവിമോചനമേകിടുവാൻ നരനായി വന്നു പിറന്നവനേ, മിശിഹാ കർത്താവേ. മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ. മാലാഖമാരുത്തു ഞങ്ങൾ പാടിപ്പുകഴ്ത്തുന്നു നിന്നെ.
പരിശുദ്ധൻ പരിശുദ്ധൻ കർത്താവേ നീ പരിശുദ്ധൻ 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 കർത്താവേ നീ പരിശുദ്ധൻ മിശിഹാ കർത്താവേ. ദൈവപിതാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും നിൻ മുൻപിലാണച്ചു കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും നിൻ മുൻപിലാണച്ചു കുമ്പിടുന്നു. യേശുവിനാഥ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും നിൻ മുൻപിലാണച്ചു കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും നിൻ മുൻപിലാണച്ചു കുമ്പിടുന്നു. പാവനാത്മാവേ അങ്ങയെ ഞാൻ ആരാധിക്കുന്നു സ്തുതിക്കുന്നു. ജീവനുമെന്റെ സർവസ്വവും നിൻ മുൻപിലാണച്ചു കുമ്പിടുന്നു. ജീവനുമെന്റെ സർവസ്വവും നിൻ മുൻപിലാണച്ചു കുമ്പിടുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ആമേൻ. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് നൽകണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, ദുഷ്ടാരൂപിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ കനിയണമേ, മിശിഹായേ കനിയണമേ. കർത്താവേ ഞങ്ങളണയ്ക്കും പ്രാർത്ഥന സദയം കേൾക്കണമേ. സ്വർഗപിതാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. നരരക്ഷകനാം മിശിഹായേ ദിവ്യാനുഗ്രഹമേകണമേ. ദൈവാത്മാവാം സകലേശ ദിവ്യാനുഗ്രഹമേകണമേ. പരിപാവനമാം ത്രിത്വമേ ദിവ്യാനുഗ്രഹമേകണമേ.
വിരിയും പാതകളിൽ ചരിച്ചു നാഥനു സമ്മോദം നിറച്ച പാവന നീരാത്മാ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ക്രൂശിതനായൊരു ദൈവത്തിൻ പൂജിതമാം തിരുമാതൃകയാ കുരിശിൻ പാദപുണർന്നവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ആനന്ദത്തിരുമല്ലലിലും പ്രീതി മഹേശനു ചേർത്തൊടുവിൽ നിത്യകിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. വിനീതനായ വിശുദ്ധാത്മാ വിരിഞ്ഞു പൊന്തിയ വിൺമലരെ നിറഞ്ഞ നീതി പുണർന്നിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകവും അതിരുടെ ആശകളും ധീരതയാർന്നു വെടിഞ്ഞവനെ വിനയത്തിൻ തിരുമാതൃകയെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഉലകിൻ മോഹനദീപം നീ ധരയുടെ ശാശ്വത ലവണം നീ മലയിലുയർന്നൊരു നഗരം നീ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ഉപവാസത്തിൻ പാതകളിൽ പ്രാർത്ഥന തീർത്തൊരു ദീപവുമാ പാഞ്ഞു കിരീടമണിഞ്ഞവനെ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. സ്വർഗതലത്തു മഹോന്നതമാ നിക്ഷേപങ്ങൾ നിറച്ചവനെ ചിന്തകൾ വിണ്ണിലുയർത്തിടുവാൻ പ്രാർത്ഥിക്കണമേ ഞങ്ങൾക്കായി. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥാ പാപം പൊറുക്കേണമേ നാഥാ പാപം പൊറുക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥാ പ്രാർത്ഥന കേൾക്കേണമേ നാഥാ പ്രാർത്ഥന കേൾക്കേണമേ. ലോകത്തിൻ പാപങ്ങൾ താങ്ങും ദൈവത്തിൻ മേഷമേ നാഥാ ഞങ്ങളിൽ കനിയേണമേ നാഥാ ഞങ്ങളിൽ കനിയേണമേ. ആത്മീയവും ശാരീരികവുമായ എല്ലാ വരങ്ങളാലും പരിശുദ്ധ കന്യകാമറിയത്തെ അലങ്കരിച്ച ദൈവമേ, ആ കന്യകയുടെ യോഗ്യതകൾ പരിഗണിച്ച് ഞങ്ങളുടെ പ്രാർത്ഥന സ്വീകരിക്കണമേ. നീതിമാനായ മറിയൂസേപ്പിൻ്റെയും സകല വിശുദ്ധരുടെയും സുഹൃതങ്ങളും പ്രാർത്ഥനകളും ഞങ്ങളെ സഹായിക്കട്ടെ. തിരുസഭയുടെ മേലധ്യക്ഷന്മാരെ സംരക്ഷിക്കുകയും അവർക്ക് ഫലമേൽപ്പിക്കപ്പെട്ടിരിക്കുന്നവരെ വിശ്വാസത്തിൽ ഉറച്ചവരും സുഹൃതങ്ങളിൽ തീക്ഷ്ണതയുള്ളവരുമാക്കി തീർക്കുവാൻ അവരെ സഹായിക്കുകയും ചെയ്യണമേ. പ്രത്യേകമായി തിരുസഭയുടെ അധിപനായ മാർ ഫ്രാൻസിസ് പാപ്പായ്ക്കും ഞങ്ങളുടെ സഭയുടെ തലവനും പിതാവുമായ മാർ ഗീവർഗീസ് ശ്രേഷ്ഠ മെത്രാപ്പൊലീത്തായ്ക്കും
രൂപതാധ്യക്ഷനും പിതാവുമായ മാർ ജോർജ് മെത്രാനും അവരുടെ സഹപ്രവർത്തകർക്ക് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ തിരുനാളിന് കാരണഭൂതനായ വിശുദ്ധ തോമസ് ശ്ലീഹായുടെ സുഹൃത്തുക്കളെക്കുറിച്ച് ആത്മീയവും ശാരീരികമായ എല്ലാ സഹായങ്ങളും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഇടവകയെയും ഇടവയിലെ എല്ലാ കുടുംബങ്ങളെയും ആശീർവദിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. ലോകത്തിൻ വഴികളിലുഴലാതെ, പാപത്തിൻ പാതകൾ പുണരാതെ, ദൈവത്തിൻ പരിമള പൂവനിയിൽ പനിമലരായി വന്നൊരു പുണ്യാത്മാ, പനിമലരായി വന്നൊരു പുണ്യാത്മാ. മാമലമേലുയരും നഗരം നീ, മോഹനമാം നന്മല ദീപം നീ. മാമലമേലുയരും നഗരം നീ, മോഹനമാം നന്മല ദീപം നീ. ധരയിന്മേൽ മർത്യനു മാതൃക നീ, വിനയമൊടെ വന്ദനമരുളുന്നു. ധരയിന്മേൽ മർത്യനു മാതൃക നീ, വിനയമൊടെ വന്ദനമരുളുന്നു. അത്ഭുതകരമായ വരങ്ങളാൽ വിശുദ്ധരെ അലങ്കരിക്കുവാൻ തിരുവുള്ളമായ ദൈവമേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും മാർയോസിപിതാവിൻ്റെയും വിശുദ്ധ തോമാസ് ശ്ലീഹായുടെയും സുഹൃതങ്ങൾ പരിഗണിച്ചുകൊണ്ട് ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളെ സഹായിക്കണമേ. അങ്ങയുടെ തിരുമനസ്സിന് യോജിച്ച വിധത്തിൽ ഞങ്ങളുടെ ഉദ്ദിഷ്ട കാര്യങ്ങൾ സാധിച്ചു തന്നുകൊണ്ട് ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും സമൃദ്ധമായി ആശീർവദിക്കണമേ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ആരാധന തുടരുകയാണ്. വൈകിട്ട് 7 മണി വരെയുള്ള സമയത്ത് ആരാധനയുണ്ട്. സാധിക്കുന്നവരെല്ലാം ആരാധനയിൽ പങ്കുചേരുക. നമുക്ക് അടുത്ത ആഴ്ച മുതൽ ആരാധന ഉണ്ടായിരിക്കുകയില്ല. ഇത് ഈ മാസത്തിലെ അവസാനത്തെ ആരാധനയായിരിക്കും. പിന്നീടുള്ള കാര്യങ്ങൾ എങ്ങനെയാണെന്ന് ഈശോയ്ക്ക് മാത്രമേ അറിയുള്ളൂ. അതുകൊണ്ട് സാധിക്കുന്നവരെല്ലാം ഇന്ന് ആരാധനയിൽ പങ്കുചേരുക. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിത്യപുരുഷനായ ഈശോ വരികർക്ക് യാതൊരാപത്തും വരാതെ അങ്ങേ തിരുഹൃദയത്തിൽ അഭയം നൽകണമേ. അങ്ങേ പരിശുദ്ധമായ ശരീരത്തെ ദിവസം തോറും എടുക്കുന്നവരുടെ കരങ്ങളെ മലിനമാകാതെ കാക്കണമേ. അങ്ങേ വിലയേറിയ തിരുരക്തത്താൽ നനയുന്നവരുടെ നാവുകളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ശ്രേഷ്ഠമായ അങ്ങേ പൗരോഹിത്യത്തിന്റെ മഹനീയ മുദ്ര പതിച്ചിരിക്കുന്ന അവരുടെ ഹൃദയങ്ങളെ ലോകവസ്തുക്കൾ നകറ്റുകയും വിശുദ്ധമായി കാത്തുകൊള്ളുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിനു വേണ്ടിയുള്ള അവരുടെ പ്രയത്നങ്ങൾ ഫലസമൃദ്ധങ്ങളായി ഭവിക്കട്ടെ. അവരുടെ ശുശ്രൂഷ ലഭിക്കുന്നവർ ഇഹത്തിൽ അവരുടെ ആനന്ദവും ആശ്വാസവും പരത്തിൽ നിത്യസൗഭാഗ്യത്തിന്റെ മകുടവുമായി തീരട്ടെ. അങ്ങയോടുകൂടി ആയിരിക്കുവാനും വചനം പ്രഘോഷിക്കുവാനും തിന്മയെ ചുരുക്കുവാനും അവർ ഉത്സരാകട്ടെ. കർത്താവേ, അങ്ങയുടെ സഭയ്ക്ക് വിശുദ്ധരായ വൈദികരെയും സന്യാസിമാരെയും അൽമായ പ്രേക്ഷിതരെയും പ്രദാനം ചെയ്യണമേ. ലോകരക്ഷകനായ യേശു അങ്ങേ പുരോഹിതരെയും വൈദിക ശുശ്രൂഷരെയും ശുദ്ധീകരിക്കണമേ. വൈദികരുടെ രാജ്ഞിയായ പരിശുദ്ധ മറിയമേ, വൈദികർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. വിശുദ്ധ അൽഫോൻസാമേ, സന്യസ്തർക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ. തിരുകുടുംബമേ, ഞങ്ങളുടെ കുടുംബങ്ങളെ നിർമ്മലമായി കാത്തുകൊള്ളണമേ. ഞങ്ങളുടെ ഇടവയുടെ മധ്യസ്ഥനായ വിശുദ്ധ സെബസ്ത്യാനോസേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ഹല്ലേലൂയ. ഹല്ലേലൂയ. നമ്മുടെ ഇടവകയിൽ ഒരു മരണമുണ്ടായിട്ടുണ്ട്. മുട്ടത്ത് പാപ്പച്ചൻ ആഗസ്തി ജോസഫ് മരിച്ചുപോയി. 80 വയസ്സുള്ള ആളാണ്. പാപ്പച്ചേട്ടന് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം. സംസ്കാര സമയം അറിവായിട്ടില്ല. അത് പിന്നീട് അറിയിക്കുന്നതായിരിക്കും. വാട്സപ്പിൽ മെസ്സേജ് അയക്കുന്നതായിരിക്കും. മരിച്ച ആൾക്ക് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥിക്കാം.
വിശുദ്ധ തോമാശ്ലീഹ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഉന്നതി തന്നിൽ വാഴും വിശുദ്ധരുത്തു ചേർന്ന് വിശുദ്ധ തോമാശ്ലീഹ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഉന്നതി തന്നിൽ വാഴും വിശുദ്ധരുത്തു ചേർന്ന് ദൈവത്തിൻ വഴി നീങ്ങാൻ സ്നേഹത്തിൻ മാതൃക നൽകാൻ മധ്യസ്ഥമേകിടണേ. എന്നെന്നും ഞങ്ങൾക്കായി നീ വിശുദ്ധ തോമാശ്ലീഹ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഉന്നതി തന്നിൽ വാഴും വിശുദ്ധരുത്തു ചേർന്ന് ക്രിസ്തുവിൻ സാക്ഷികളാകാം ധീരമായി മുന്നേറിടാം നൽവരം നൽകിയിടണേ. ധന്യനാം തോമാശ്ലീഹ വിശുദ്ധ തോമാശ്ലീഹ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഉന്നതി തന്നിൽ വാഴും വിശുദ്ധരുത്തു ചേർന്ന് വിശുദ്ധ തോമാശ്ലീഹ ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണേ. ഉന്നതി തന്നിൽ വാഴും വിശുദ്ധരുത്തു ചേർന്ന് നാഥാവരേണമേ എന്നിൽ നിറയണമേ. നാഥാവരേണമേ എന്നിൽ നിറയണമേ.
നാഥാവരേണമേ എന്നിൽ നിറയണമേ, നാഥാവരേണമേ എന്നിൽ നിറയണമേ. ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധന പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ. എന്നുമെന്നും കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവനേ, എന്നുമെന്നും കൂടെയിരിപ്പാൻ അപ്പമായി തീർന്നവനേ, എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന, എന്റെ സ്നേഹിതനാകുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ആത്മാവിൻ അൾത്താരതന്നിൽ നിന്നെ ഞാൻ ആരാധിക്കാം, ആത്മാവിൻ അൾത്താരതന്നിൽ നിന്നെ ഞാൻ ആരാധിക്കാം, എന്റെ ജീവനായി തീരുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന, എന്റെ ജീവനായി തീരുന്ന സ്നേഹമേ, ആരാധന നിനക്കാരാധന,
സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, തിരുവത്താഴമേശയിലെ സമ്മാനമേ, ഓ ദിവ്യമാം സ്നേഹമേ, ഓ ദിവ്യകാരുണ്യമേ. ആരാധനാ പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ, ആരാധനാ പാടം മാലാഖമാരൊപ്പം ജീവന്റെ തിരുഭോജ്യമേ.